ഹായ് കുഞ്ഞുമക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? പറ, സുഖമാണോ എന്ന് ചോദിച്ചാൽ എങ്ങനെയാ പറയണ്ടേ? എനിക്ക് സുഖമാണ് അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ എന്താ പറയാ? നല്ല വിശേഷം അല്ലേ? നല്ല വിശേഷങ്ങളല്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് അടുത്ത ഒരക്ഷരം പഠിക്കാം. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിലെ പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പമുള്ള മറ്റൊരക്ഷരം ടീച്ചറൊന്ന് പഠിപ്പിക്കാം. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. എന്നാലാണ് വീട്ടിൽ ടീച്ചറുടെ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് എഴുതി പഠിക്കാൻ പറ്റുള്ളൂ. ക്ലാസ് എടുക്കുമ്പോൾ അത് ശ്രദ്ധിച്ചിരുന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇരുന്ന് പഠിക്കണം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ലെറ്ററിലേക്ക് കിടക്കാം. ശ്രദ്ധിക്കണം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ നമുക്കൊന്ന് ഓർത്തെടുക്കാം. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് റ, പിന്നെ ത, പിന്നെ പഠിച്ചത് ന, പിന്നെ നമ്മൾ പഠിച്ചു പ. ഇത്രയുമാണ്, ഈ 4 അക്ഷരങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 4 ക്ലാസ്സിലായിട്ട് പഠിച്ചത്. ഓരോ ക്ലാസ്സിൽ പഠിച്ചത് ഈ ഓരോരോ അക്ഷരങ്ങളാണ്. അടുത്തത് നമ്മൾ ചെറിയ കൺഫ്യൂഷനൊക്കെ വരാം, എന്നാലും ടീച്ചർ പറയാറുള്ള പോലെ ശ്രദ്ധിച്ചിരുന്ന കൺഫ്യൂഷൻ മാറും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം. റ, ത, ന, പ അല്ലേ? ഈ 4 അക്ഷരങ്ങൾ നമുക്കിപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ? നമുക്കിപ്പോൾ അത് ഓക്കെ ആണ്. എപ്പോൾ ചോദിച്ചാലും ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും എൻ്റെ മക്കൾ പറയും. അടുത്ത അക്ഷരത്തിലേക്ക് വരാം. ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ റ എഴുതുന്ന പോലെ എഴുതിയിട്ട് പ പോലെ ചെറിയൊരു സാമ്യമുണ്ട്. റായോടും പായോടും ചെറിയൊരു സാമ്യമുണ്ട് കേട്ടോ. റ എഴുതുന്ന പോലെ പ എഴുതുന്ന പോലെ ചെറിയൊരു സാമ്യം വരും. നമുക്ക് നോക്കാം. കണ്ടോ? നമ്മൾ റ എഴുതി ശേഷം എന്ത് ചെയ്യണം? പ പോലെയാണ് നമ്മൾ എഴുതേണ്ടത്. പക്ഷെ പായല്ല, പ പോലെ എഴുതണം. നോക്കിക്കോളൂ കേട്ടോ. ചെറിയൊരു വര, കുറച്ച് മതി, ഒരുപാട് നീട്ടണ്ട. ടീച്ചർ പറഞ്ഞില്ലേ പ പോലെ. പായ്ക്ക് പ എഴുതുമ്പോൾ നമ്മൾ നല്ലതായിട്ട് നല്ല നീളം കൊടുക്കും ഇവിടെ അല്ലേ? അത്രയും നീളം ഇവിടെ വേണ്ട. എന്താ എഴുതേണ്ടത്? ഇനി മേലോട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ്. കണ്ടോ? ഈ അക്ഷരമാണ് വ. എന്താണ്? വ. ഒന്ന് പറഞ്ഞേ ഈ അക്ഷരം. വ. പറഞ്ഞേ. വ. നമുക്കൊന്നും കൂടെ എഴുതിയാലോ? ശ്രദ്ധിച്ചിരിക്കുക. എങ്ങനെ എഴുതണ്ടെന്ന് നോക്കുക. റ എഴുതുക, ചെറുതായിട്ടൊരു വര കൊടുത്താൽ മതി. ശേഷം ഇങ്ങോട്ട് നീളത്തിൽ വരയ്ക്കുക. അതാണ് വ. ഓക്കെ, ഇതാണ് വ. ഒന്നുകൂടെ എഴുതിയാലോ? ശ്രദ്ധിക്കുക. റ പോലെ റ എഴുതുക, ചെറുതായിട്ട് നീട്ടം കൊടുത്താൽ മതി, നീളം മതി. എന്നിട്ട് മേലേക്ക് എഴുതുക. ഇതാണ് വ. എന്താണ് ഈ അക്ഷരം? വ. പഠിച്ചോ? കിട്ടിയോ? ഇനി നമുക്കിത് 2 ലൈനിൽ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഈ അക്ഷരങ്ങളൊക്കെ 2 ലൈനിൽ എഴുതാൻ പഠിച്ചു. ഈ അക്ഷരം കൂടെ നമുക്ക് 2 ലൈനിൽ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ശരിക്കും നോക്കുക. ആദ്യം നമ്മൾ പഠിച്ച അക്ഷരം ടീച്ചർ പറഞ്ഞു മേലെ താഴെ ഒരുപോലെ ടച്ച് ചെയ്യണം. റ. അടുത്തത് ത. കണ്ട
അടുത്തത് ന. കണ്ട? അടുത്തത് പ. ആദ്യത്തെ കുഞ്ഞിറായ എഴുതിയാൽ മതി, അത് മേലെ ടച്ച് ചെയ്യണ്ട. സ്ട്രെയിറ്റ് ആയിട്ട് ഒരല്പം നീളത്തി കൊടുക്കുക, എന്നിട്ട് മേലെ. ശേഷം നമ്മൾ ഇന്ന് പഠിച്ച വാ എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, വലുതായിട്ടുള്ള റ. റായ്ക്ക് വലുപ്പം കൊടുക്കണം. എന്നിട്ട് ചെറിയ വര, പിന്നെ മേലെ. കണ്ടോ? ഇങ്ങനെയാണ് വാ എഴുതുന്നത്. ഓക്കെ, കണ്ടോ? വാ എഴുതുന്ന എങ്ങനെയാന്ന് നോക്കിക്കോളൂ കേട്ടോ. റാ എഴുതുന്ന പോലെ തന്നെ എഴുതുക, എന്നിട്ട് ചെറിയൊരു വര, പിന്നെ ഇങ്ങനെ. കണ്ടോ? ഇതാണ് വാ. നമുക്കൊന്നുകൂടെ നോക്കാം. റാ എഴുതുക, ചെറുതായിട്ട് നീളം കൊടുത്താൽ മതി, എന്നിട്ട് മേലോട്ട് എഴുതുക. ഓക്കെ, കിട്ടിയോ? നമുക്കിനി പായും വായും മാത്രം 2 ലൈനിൽ എഴുതാം. അപ്പൊ എങ്ങനെയാണ് അത് എഴുതുന്നത് എന്നുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം, നോക്കിക്കോളൂ കേട്ടാ. ഇവിടെ നമ്മൾ ചെറിയ റാ കൊടുത്താൽ മതി, വര ഒരല്പം നീട്ടം കൊടുക്കണം, എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരും. വാ എഴുതുമ്പോൾ റാ എഴുതുന്ന പോലെ മേലെ താഴെ ടച്ച് ചെയ്യണം. ചെറിയ വര കൊടുത്താൽ മതി, എന്നിട്ട് മേലോട്ട് എഴുതും. കണ്ടോ? ഇതാണ് പായും വായും തമ്മിലുള്ള വ്യത്യാസം. മാറിപ്പോവരുത് കേട്ടോ. വലുതാക്കി നീളം കൊണ്ട് എഴുതുന്നത്, നീട്ടി എഴുതുന്നത് പ. കണ്ടോ? ചെറിയ റാ എഴുതി നീട്ടം കൊടുത്തിട്ട് മേലോട്ട് വരാം, അതാണ് പ. വാ എഴുതുമ്പോൾ റാ എഴുതുന്ന പോലെ തന്നെ മേലെ താഴെ ടച്ച് ചെയ്യാം, എന്നിട്ട് ചെറുതായിട്ട് വര കൊടുക്കുക മേലോട്ട്. എന്താ? ഇതാണ് വാ. മാറിപ്പോവരുത് കേട്ടോ. ശരിക്കും മനസ്സിരുത്തി പഠിക്കണം. ഓക്കെ, പറയുമ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ പറഞ്ഞ് എഴുതണം. മാറിപ്പോവരുത്. ഇത് പ, ഇത് വ. പ വ, പ വ. നമുക്കൊന്നും കൂടെ എഴുതിയാലോ? 2 ലൈനിൽ തന്നെ എഴുതാം. ശ്രദ്ധിക്കുക, ഇതേതാണ് അക്ഷരം? പ. ഓക്കെ, ഇതേതാണ് അക്ഷരം? ശ്രദ്ധിക്കുക, വാ. കണ്ടോ? അപ്പൊ നമ്മള് 1, 2, 3, 4, 5 5 അക്ഷരങ്ങൾ നമ്മൾ 5 ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു. റ, ത, ന, പ, വ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ടീച്ചർ ഈ പഠിച്ച ഓരോ അക്ഷരം എഴുതിക്കൊണ്ട് ചോദിക്കും, ഇതേതൊക്കെയാണ് അക്ഷരം, ഇതേതൊക്കെയാണ് അക്ഷരം, ഇതേതാണ്, ഈ അക്ഷരം ഏതാണ്. പറയാൻ റെഡി ആയിട്ട് വരണം. ഓരോ ക്ലാസ്സിലും പഠിച്ച കാര്യങ്ങൾ എഴുതി പഠിച്ചില്ല നിങ്ങൾ അല്ലേ? അടുത്ത ക്ലാസ്സിൽ ടീച്ചർ ഓരോ അക്ഷരങ്ങളും എഴുതുമ്പോൾ ഓരോന്നും ചോദിക്കും. അപ്പോൾ അത് ഏതാന്ന് ഉറക്കെ നിങ്ങൾ പറയണം. ടീച്ചർ റാ എഴുതുമ്പോൾ നിങ്ങൾ ഉറക്കെ പറയണം, റാ. അടുത്ത അക്ഷരം എഴുതുകയാണെങ്കിൽ ഏതാന്ന് വെച്ചാൽ അത് ഉറക്കെ പറയണം. ഓക്കെ, അപ്പം നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ അക്ഷരങ്ങളൊക്കെ പഠിച്ച് നമുക്ക് കാണാം. ശുഭദിനം. ബൈ.